Back to our story, Lamb to the Slaughter. So there it is, he added, and I know it's kind of a bad time to be telling you, but there simply wasn't any other way. Of course, I will give you money and see you are looked after, but there needn't really be any fuss. I hope not anyway. It wouldn't be very good for my job. Her first instinct was not to believe any of it, to reject it all. It occurred to her that perhaps he hadn't even spoken, that she herself had imagined the whole thing. Maybe if she went about her business and acted as though she hadn't been listening, then later, when she sort of woke up again, she might find none of it had ever happened. അപ്പോൾ ഇവിടെ മേരി മലോണിയുടെ അടുത്ത് ഹസ്ബൻഡ് എന്തോ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കറിയാം എന്താണ്, ഐ നോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബാഡ് ടൈം ടു ബി ടെല്ലിങ് യു. ഈ ഒരു കാര്യം നിന്നെ സംബന്ധിച്ച് എന്താണ്, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റാണെന്നും ഒക്കെ അറിയാം. ബട്ട് ദർ സിംപ്ലി വാസ് ഇൻ എനി അതർ വേ. പക്ഷേ അത് പറയാതിരിക്കാൻ എന്താണ്, വേറൊരു വഴിയുമില്ല, അല്ലെങ്കിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ നിനക്ക് ആവശ്യമുള്ള പണം തരാം, നിന്നെ നന്നായി നോക്കുകയും ചെയ്യും. ബട്ട് ദർ നീഡ്ന്റ് റിയലി ബി എനി ഫസ്. ഐ ഹോപ്പ് നോട്ട് എനി വേ. വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും എന്താണ്, എനിക്കിത് പറഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്, അവൾക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വിശ്വസിച്ചിരുന്നില്ലെങ്കിലെന്ന്, എൻ്റെ മനസ്സിൽ അതൊന്നും വിശ്വസിച്ചിരുന്നില്ലെങ്കിലെന്ന്, അല്ലെങ്കിൽ അതിനെയൊക്കെ തള്ളിക്കളയാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ്. അപ്പം അദ്ദേഹം എന്താണ്, ഒന്നും അങ്ങനെയുള്ളൊരു കാര്യം എന്താണ് ഇവളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഇതൊക്കെ താൻ സങ്കല്പിച്ചതാണ് എന്ന് എന്താണ് അവൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ തനിക്ക് തോന്നിയതാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം അവൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ, അല്ലെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ ആക്ട് ചെയ്യാനൊക്കെ എന്താണ് അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് നോക്കുക, ഐ വിൽ ഗെറ്റ് ദ സപ്പർ ഷീ മാനേജ് ടു വിസ്പർ ആൻഡ് ദിസ് ടൈം ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹർ. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തായാലും സപ്പർ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഷീ മാനേജ് ടു വിസ്പർ ആൻഡ് ദിസ് ടൈം ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹർ. ആ സമയം എന്താണ്, അദ്ദേഹം അവളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. വെൻ ഷീ വാക്ക്ഡ് അക്രോസ് ദ റൂം ഷീ കുഡിന്റ് ഫീൽ ഹർ ഫീറ്റ് ടച്ചിങ് ദ ഫ്ലോർ. She couldn't feel anything at all except a slight nausea and a desire to vomit. Everything was automatic now down the stairs to be cellar, the light switch, the deep freeze, the hand inside the cabinet taking hold of the first object in mind. She lifted it out and looked at it. It was wrapped in paper. So she took off the paper and looked at it again. A leg of lamb. അപ്പം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ, അപ്പോൾ സപ്പർ എടുക്കാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സപ്പർ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ, സപ്പർ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ എന്താണ് അവൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവൾ ആ ഒരു റൂമിൽ നിന്നും നടന്നു പോകുമ്പോൾ എന്താണ് അവൾക്ക് തോന്നുകയാണ്, തൻ്റെ കാൽപാദം അല്ലെങ്കിൽ തൻ്റെ ഷീ കുഡിൻ ഫീൽ ഹർ ഫീറ്റ് ടച്ചിങ് ദ ഫ്ലോർ. അവൾക്ക് ഫ്ലോറിൽ തൻ്റെ കാലുകളൊന്നും ടച്ച് ചെയ്യുന്നത് പോലെ തോന്നുന്നില്ല. എവിടെയോ ഒന്ന് എന്താണ് ഫ്ലോർ ടച്ച് ചെയ്യാതെ താൻ നടക്കുന്നത് പോലെയാണ് അവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ നടക്കുന്നതായിട്ട് തന്നെ എന്താണ് അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഷീ കുഡിൻ ഫീൽ എനിത്തിങ് അറ്റ് ഓൾ എക്സെപ്റ്റ് എ സ്ലൈറ്റ് നൊഷിയ ആൻഡ് ഡിസൈഡ് ടു വോമിറ്റ്. അപ്പോൾ അവൾക്ക് എന്താണ്, അവൾ ഏതോ ഒരു ലോകത്ത് നടക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഛർദ്ദിക്കാൻ വരുന്നത് പോലെയും ഒക്കെ തോന്നുന്നുണ്ട്. അവൾ ഛർദ്ദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് അവൾ ചെയ്യുന്നതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ സ്റ്റെയേഴ്സ് ഇറങ്ങുകയും, അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുകയും, അതുപോലെ തന്നെ ഫ്രീസറിൽ പോവുകയും, ഫ്രീസറിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുകയും, ആദ്യം കിട്ടിയ അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇൻമാറ്റ് കൈ തട്ടിയ ആദ്യത്തെ ഒബ്ജക്റ്റ് അവളെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫ്രീസറിൽ നിന്ന്. അപ്പം അതെടുത്ത് നോക്കുമ്പോൾ എന്താണ്, ആ ഒരു ഒബ്ജക്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പേപ്പർ അത് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് എ ലെഗ് ഓഫ്
ലാമ്പ്, ഒരു ലാമ്പിൻ്റെ ലെഗാണ് ഇതിലുള്ളത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് അല്ലെങ്കിൽ ക്യാബിനറ്റിൽ നിന്ന് എടുത്ത് ആ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റ്, അവളുടെ കൈ തൊട്ട ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടുള്ള ആ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലെഗ് ഓഫ് ലാമ്പാണ്. അപ്പോൾ അതാണ് എന്താണ് അവൾ. All right then, they would have lamb for supper. She carried it upstairs, holding the thin bone end of it with both her hands, and as she went through the living room, she saw him standing over by the window with his back to her, and she stopped. All right then. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ സപ്പറിന് ലാമ്പ് തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അവൾ അതെടുത്തിട്ട് അപ്സ്റ്റേഴ്സിലേക്ക് പോവുകയും ഹോൾഡിംഗ് ദ തിൻ ബോൺ എൻഡ് ഓഫ് ഇറ്റ് വിത്ത് ബോത്ത് ഹർ ഹാൻഡ്സ് ആൻഡ് ആസ് ഷീ വെന്റ് ത്രൂ ദ ലിവിംഗ് റൂമിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു ലാമ്പ് കൊണ്ട്, ഈ ലെഗ് ഓഫ് ലാമ്പ് കൊണ്ട് പോവുകയാണ്. ഇത് സപ്പറിന് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ അവൾ കാണുന്നുണ്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഷീ സോ ഹിം സ്റ്റാൻഡിങ് ഓവർ ബൈ ദ വിൻഡോ വിത്ത് ഹിസ് ബാക്ക് ടു ഹർ. വിൻഡോൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ബാക്കാണ് ഇവൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ നിൽക്കുന്നതായി കാണുകയാണ്. അപ്പോൾ അവൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഫോർ ഗോഡ്സ് സേക്ക് ഹി സെഡ്, ഹിയറിങ് ഹർ ബട്ട് നോട്ട് ടേണിങ് ഡൗൺ, ഡോണ്ട് മേക്ക് സപ്പർ ഫോർ മീ, ഐ എം ഗോയിങ് ഔട്ട്. അപ്പം ഇയാൾ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അഭിമുഖമായിട്ടല്ല, അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്, വിൻഡോൻ്റെ അവിടെ ആയിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അവളെന്തായാലും ബാക്കിൽ നിൽക്കുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട്. അപ്പം ഇദ്ദേഹം അവളെ നോക്കാതെ തന്നെ പറയുന്നത്, എനിക്ക് എന്തായാലും നീ സപ്പർ ഉണ്ടാക്കണ്ട, ഞാൻ പുറത്ത് പോവുകയാണെന്ന് പറയാണ്. അറ്റ് ദാറ്റ് പോയിന്റ് Mary Maloney simply walked up behind him and without any pause she swung the big frozen leg of lamb high in the air and brought it down as hard as she could on the back of his head. അപ്പം ദൈവത്തെ ഓർത്ത് അവളെ എടുത്ത് പറയാണ്, ദൈവത്തെ ഓർത്ത് അവളെ തിരിയാതെ അല്ലെങ്കിൽ അവളെ അഭിമുഖമായി നോക്കാതെ തന്നെ എടുത്ത് പറയുകയാണ്, എനിക്ക് സപ്പർ ഉണ്ടാക്കണ്ട, ഞാൻ പുറത്ത് പോവാണെന്ന് പറയാണ്. അപ്പോൾ ആ സമയം മേരി മലോണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംപ്ലി വാക്ക്ഡ് അപ്പ് ബിഹൈൻഡ് ഹിം, അദ്ദേഹത്തിൻ്റെ ബാക്കിൽ പോയിട്ട് വിത്തൗട്ട് എനി പോസ് ഷീ സ്വാങ് ദ ബിഗ് ഫ്രോസൺ ലെഗ് ഓഫ് ലാം ഹൈ ഇൻ ദ എയർ. എന്ന് വെച്ചാൽ നല്ല ബിഗായിട്ടുള്ള ഫ്രോസൺ എന്ന് വെച്ചാൽ ഫ്രീസറിലായിരുന്നു, വളരെ തണുത്ത ലെഗ് ഓഫ് ലാമ്പ്. ഈ ലെഗ് ഓഫ് ലാമ്പ് എയറിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ഹാർഡായിട്ട്, അവൾക്ക് കഴിയുന്ന അത്ര ഒരു ഹാർഡായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെ ബാക്കിലായിട്ട് അതുകൊണ്ട് ഹിറ്റ് ചെയ്യാണ്. ഷി മൈ ജസ്റ്റ് ആസ് വെൽ ഹാവ് ഹിറ്റ് ഹിം വിത്ത് എ സ്റ്റീൽ ക്ലബ്, ഒരു സ്റ്റീൽ ക്ലബ് കൊണ്ട് ഹിറ്റ് ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ അവൾ ഹിറ്റ് ചെയ്യാണ്. ഷീ സ്റ്റെപ്പ് ബാക്ക് എ പേസ് waiting, and the funny thing was that he remained standing there for at least 4 or 5 seconds, gently swaying, then he crashed to the carpet. അങ്ങനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അവളൊന്ന് ബാക്കിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫണ്ണി തിങ് വാസ് ദാറ്റ് ഹീ റിമെയിൻഡ്, ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷവും അയാൾ അവിടെ റിമെയിൻ ചെയ്യാണ് സ്റ്റാൻഡിങ്ങിൽ. അറ്റ്ലീസ്റ്റ് 4-5 സെക്കൻഡ് ആ ഒരു നൃത്തത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ നമുക്ക് കഴിയും. പിന്നീട് ജനറലി അദ്ദേഹം ഇങ്ങനെ വീണ് ലാസ്റ്റ് കാർപ്പറ്റിലേക്ക് ക്രാഷ് ചെയ്യണം, അല്ലെങ്കിൽ കാർപ്പറ്റിലേക്ക് വീഴാണ്. The violence of the crash, the noise, the small table overturning had bring her out of the shock. She came out slowly, feeling cold and surprised, and he stood for a while blinking at the body, still holding the ridiculous piece of meat tied with both hands. ഇവിടെ എന്താ പറയുന്നത്? അപ്പം ആ ഒരു നോയ്സ് എന്ന് വെച്ചാൽ അദ്ദേഹം ആ കാർപ്പറ്റിലേക്ക് വീണതിന് ശേഷം ആ ഒരു സമയത്തുള്ള ആ ഒരു വയലൻസ് ഓഫ് ദ ക്രാഷ്, അതേപോലെ തന്നെ അതിൻ്റെ അവിടെയുള്ള ആ ഒരു സ്മോൾ ടാബിൾ ഓവർടേൺ ചെയ്തപ്പോഴൊക്കെയാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോക്കിൽ നിന്ന് അവൾ മുക്തയാവുന്നത്. അപ്പോൾ അവൾ വളരെ കോൾഡായിട്ടും അവൾ സർപ്രൈസ്ഡ് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവൾ ഷീ സ്റ്റുഡ് ഫോർ എ വൈൽ ബ്ലിങ്കിങ് അറ്റ് ദ ബോഡി, സ്റ്റിൽ ഹോൾഡിങ് ദ റിഡിക്കുലസ് പീസ് ഓഫ് മീ ടൈഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. 2 കൈകൾ കൊണ്ടും അവളുടെ കയ്യിൽ അപ്പോഴും ആ ഒരു പീസ് ഓഫ് മീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ടൈറ്റ്ലി അവൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. All right, she told herself, so I have killed him. All right, she told herself, അവൾ സ്വയം പറയാണ്, so I have killed him, ഞാൻ അദ്ദേഹത്തെ കൊന്നിരിക്കുകയാണ്. It was extraordinary now how clear her mind became all of a sudden. She began thinking very fast.
As the wife of a detective, she knew quite well what the penalty would be. അപ്പോൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. How clear her mind became all of a sudden. It was extraordinary now how clear her mind became all of a sudden. She began thinking very fast. അവൾ വളരെ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഒരു ഡിറ്റക്റ്റീവിൻ്റെ വൈഫ് എന്ന നിലയിൽ അവൾക്കറിയാം താൻ ചെയ്ത ഈ ഒരു തെറ്റിൻ്റെ പെനാൽറ്റി എന്താണെന്നൊക്കെ അവൾക്കറിയാം. ദറ്റ് വാസ് ഫൈൻ. ഇറ്റ് മെയ്ഡ് നോ ഡിഫറൻസ് ടു ഹർ. ഇൻ ഫാക്ട് ഇറ്റ് വുഡ് ബി എ റിലീഫ്. ഓൺ ദ അതർ ഹാൻഡ്, വാട്ട് അബൌട്ട് ദ ചൈൽഡ്? വാട്ട് were the laws about murderers with unborn children? Did they kill them, both mother and child, or did they wait until the 10th month? What did they do? Mary Maloney didn't know, and she certainly was prepared to take a chance. അപ്പം അവൾ കരുതുകയാണ് ദാറ്റ് വാസ് ഫൈൻ. ഇറ്റ് മെയ്ഡ് നോ ഡിഫറൻസ് ടു ഹർ. ഇൻഫാക്ട് ഇറ്റ് വുഡ് ബി എ റിലീഫ്. അപ്പോൾ താൻ ചെയ്തതൊരു വലിയ തെറ്റാണെന്നൊക്കെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും ഈ ഒരു തെറ്റ് സമ്മതിച്ചാൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? What were the laws about murderers with unborn children? അപ്പം കുട്ടി ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായിരിക്കും അങ്ങനെയുള്ള മേർഡേഴ്സിന് ഉള്ള ഒരു ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർ അമ്മയെയും കുഞ്ഞിനെയും കൊല്ലുമോ? ആ രീതിയിലുള്ള നിയമമാണോ ഉള്ളത്? അതോ 10th month വരെ വെയിറ്റ് ചെയ്യുമോ? വാട്ട് ഡിഡ് ദേ ഡു? അവരെന്ത് ചെയ്യും? മേരി മലോണി ഡിഡിൻ നോ. ശരിക്കും എന്താണ് പെനാൽറ്റി എന്ന് വെച്ചാൽ താൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നറിയാം, അപ്പോൾ അതിന് ശിക്ഷ കിട്ടുമെന്നും അറിയാം. പക്ഷെ ഒന്നും തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ സംഭവിക്കാമെന്ന് മേരി മലോണിക്ക് അറിയില്ല. ആൻഡ് ഷീ സർട്ടൻലി വാസ് ഇൻ പ്രിപ്പയർ ടു ടേക്ക് എ ചാൻസ്. അപ്പം താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ശിക്ഷയായിരിക്കുമെന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ചാൻസ് എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത്. So she carried the meat into the kitchen, placed it in a pan, turned the oven on high and showed it inside. Then she washed her hands and ran upstairs to the bedroom. She sat down before the mirror, tidied her face, touched up her lips and face. She tried a smile. It came out rather peculiar. She tried again. അപ്പോൾ അവൾ എന്ത് ചെയ്തു? വേഗം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മീറ്റ് എടുത്തിട്ട് കിച്ചണിലേക്ക് വേഗം പോവുകയാണ്. എന്നിട്ട് അതൊരു പാനിൽ പ്ലേസ് ചെയ്തിട്ട് ഓവൻ ഹൈ ആക്കിയിട്ട് ടേൺ ചെയ്യാണ്. എന്നിട്ട് ആ ഒരു ഓവനിലേക്ക് അത് വെച്ചുകൊണ്ട് അവൾ വേഗം തന്നെ അവളുടെ ഹാൻഡ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. ബെഡ്റൂമിൽ പോയിട്ട് അവൾ ഒരു മിററിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവളുടെ ഫേസൊക്കെ വളരെ തുടച്ച് ലിപ്സും ഫേസൊക്കെ നല്ല രീതിയിൽ ടച്ച് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ ശ്രമിക്കുകയാണ്. ഷീ ട്രൈഡ് എ സ്മൈൽ. ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും തന്നെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പെരുമാറാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ സാം, ഷീ സെഡ് ബ്രൈറ്റ്ലി അലൗഡ്. ദ വോയിസ് സൗണ്ടഡ് പെക്യുലർ ടു. ഐ വാണ്ട് സം പൊട്ടേറ്റോസ് പ്ലീസ്. Sam, yes, and I think a can of peas. That was better. Both the smile and the voice were coming out better now. She rehearsed it several times more. Then she ran downstairs, took her coat, went out the back door, down the garden into the street. It wasn't 6 o'clock yet, and the lights were still on the grocery shop. അപ്പോൾ അവൾ ശ്രമിക്കുകയാണ്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല മോശമായതെന്നുള്ള രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് അവിടെ സ്വയം ഒരുങ്ങുകയാണ്. അപ്പോൾ കണ്ണാടിയിൽ മുന്നിലിരുന്ന് ടച്ചൊക്കെ ചെയ്ത് ലിപ്സും ഫേസൊക്കെ ടച്ചപ്പ് ചെയ്ത് അവൾ ഇരുന്ന് പറയുകയാണ്, കണ്ണാടിയിലിരുന്ന് പറയുകയാണ് ഹലോ സാം എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഒരു ഷോപ്പിൽ പോയിട്ട് സംസാരിക്കുന്ന രീതിയിൽ, ഒന്നും സംഭവിക്കാതെ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് റിഹേഴ്സൽ ചെയ്യുകയാണ്. എനിക്ക് കുറച്ച് പൊട്ടേറ്റോസ് വേണം. ഐ തിങ്ക് എ ക്യാൻ ഓഫ് പീസ്. എനിക്ക് പീസ് വേണം. ദറ്റ് വാസ് ബെറ്റർ. അങ്ങനെ നല്ല രീതിയിൽ സ്മൈലും വോയിസൊക്കെ വരുന്നുണ്ട് അവൾ സ്വയം ഉറപ്പ് വരുത്തുകയാണ്. അങ്ങനെ ഒരുപാട് വട്ടം അവൾ റിഹേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് അവൾ സ്വയം റിഹേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്, സ്മൈലും വോയിസും ഒക്കെ ബെറ്ററായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് എന്ന് അവൾ സ്വയം ഉറപ്പ് വരുത്തിയിട്ട് ഡൗൺ സ്റ്റെയർസിലേക്ക് പോയി തൻ്റെ കോട്ടൊക്കെ എടുത്ത് ബാക്ക് ഡോറിലൂടെ പുറത്ത് പോവുകയാണ്. എന്നിട്ട് ഗാർഡനിലേക്ക് പോയി, സ്ട്രീറ്റിലേക്ക് പോയി. അപ്പോഴും ഇറ്റ് വാസ് ഇൻ 6 o'clock യെറ്റ്. 6 മണി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രോസറി ഷോപ്സിലൊക്കെ ലൈറ്റ്സൊക്കെ ഓൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഹലോ സാം, ഷീ സെഡ് ബ്രൈറ്റ്ലി, സ്മൈലിംഗ് അറ്റ് ദ മാൻ ബിഹൈൻഡ് ദ കൗണ്ടർ
Why, good evening, Mrs. Maloney. How are you? I want some potatoes, please, Sam. Yes, and I think a can of peas. The man turned and reached up behind him on the shelf for the peas. എങ്ങനെ പറയാണ്, ഹലോ സാം, സാമിൻ്റെ അടുത്ത് പറയാണ്. ഷീ സെഡ് ബ്രൈറ്റ്ലി സ്മൈലിംഗ്, വളരെ സ്മൈൽ ചെയ്തുകൊണ്ട് കൗണ്ടറിൽ അപ്പുറത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് സ്മൈൽ ചെയ്തുകൊണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചെന്താണ് ഇവിടെ അടുത്ത് പറയുന്നുണ്ട്, ഗുഡ് ഈവനിങ് മിസ്സിസ് മെലോണി, ഹൗ ആർ യു എന്നൊക്കെ തിരിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാറ്റോസ് വേണം എന്നൊക്കെ പറയാണ്, എനിക്ക് പീസും വേണം അതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ദ മാൻ ടേൺ ആൻഡ് റീച്ച് അപ്പ് ബിഹൈൻഡ് ഹിം ഓൺ ദ ഷെൽഫ് ഫോർ ദ പീസ്. അങ്ങനെ എന്താണ് അദ്ദേഹം അതൊക്കെ എടുത്തു കൊടുക്കുന്നുമുണ്ട്. Patrick decided he is tired and doesn't want to eat out tonight, she told him. We usually go out Thursdays, you know, and now he's caught me without any vegetables in the house. Then how about me, Mrs. Maloney? No, I have got meat, thanks. I got a nice leg of lamb from the freezer. Oh, I don't much like cooking it frozen, Sam, but I am taking a chance on it this time. You think it will be all right? Personally, the grocer said, I don't believe it makes any difference. You want this Idaho potatoes? Oh yes, that will be fine. 2 of those. Anything else? The grocer cocked his head on one side, looking at her pleasantly. എന്താണ് പിന്നീട് അവൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, സാമിൻ്റെ അടുത്ത്. സാം എന്ന് പറഞ്ഞ ഗ്രോസറി ഷോപ്പിലുള്ള മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. പാട്രിക് എന്താണ് ഇന്ന് വളരെ ടയേർഡാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊന്നും അദ്ദേഹത്തിന് വയ്യ. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഞങ്ങളെന്നും എന്താണ് തേഴ്സ്ഡേയ്സിൽ പൊതുവെ പുറത്ത് പോയിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഇന്നെന്താണ് ടയേർഡ് ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ പുറത്ത് പോയി കഴിക്കുന്നില്ല. ആൻഡ് നൗ ഈസ് കോട്ട് മീ വിത്തൗട്ട് എനി വെജിറ്റബിൾസ് ഇൻ ദ ഹൗസ്. അപ്പോൾ വീട്ടിൽ തന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു, അപ്പോൾ വെജിറ്റബിൾസ് ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. ദെൻ ഹൗ അബൌട്ട് മീറ്റ് മിസ്സിസ് മലോണി എന്ന് സാം എന്താണ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മിസ്സിസ് മലോണിയുടെ അടുത്ത്. അപ്പം മിസ്സിസ് മലോണി പറയുന്നത് എന്താണ്, യെസ് മീറ്റ് ഉണ്ട്, അവിടെ എന്താണ് ലാമ്പിൻ്റെ ഒരു നൈസ് ലെഗ് ഉണ്ട്, പക്ഷേ ഫ്രീസറിലാണ്. എനിക്ക് പൊതുവേ എന്താണ് ഫ്രീസറിൽ വെച്ച കാര്യം കുക്ക് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു സമയത്ത് ഇന്നെന്തായാലും ഇപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഒരു ചാൻസ് എടുക്കുന്നത്, അതെന്തായാലും നന്നാവില്ലേ എന്നൊക്കെ എന്താണ് സാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രോസേഴ്സ് പേഴ്സണലി ദ ഗ്രോസർ സേ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് മേക്സ് എനി ഡിഫറൻസ്. അപ്പോൾ ഗ്രോസർ പറയാണ്, ഇല്ല അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ കരുതുന്നില്ല എന്തെങ്കിലും ഒരു വ്യത്യാസം രണ്ടും തമ്മിലുണ്ടെന്ന്, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചതും പുറത്ത് വെച്ചും ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറയുകയാണ്. നിനക്ക് ഇഡാഹോ പൊട്ടാറ്റോസ് വേണമെന്ന് ചോദിക്കുകയാണ്. ഓ യെസ് ദാറ്റ് വിൽ ബി ഫൈൻ, വേണം, 2 of those, 2 വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിത്തിങ് എൽസ്? ദ ഗ്രോസർ കോക്ക്ഡ് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ്, ലുക്കിംഗ് അറ്റ് ഹർ പ്ലസൻ്റ്ലി. എന്നിട്ട് വളരെ പ്ലസൻ്റ്ലി എന്താണ് അവളെ നോക്കുന്നുണ്ട്, ഗ്രോസിനെ നോക്കുന്നുണ്ട്. ഹൗ അബൌട്ട് ആഫ്റ്റർവേർഡ്സ്? വാട്ട് യു ഗോയിങ് ടു ഗിവ് ഹിം ഫോർ ആഫ്റ്റർവേർഡ്സ്? വെൽ, വാട്ട് വുഡ് യു സജസ്റ്റ്, സാം? ദ മാൻ ഗ്ലാൻസ്ഡ് അറൗണ്ട് ഹിസ് ഷോ. ഹൗ അബൌട്ട് എ നൈസ് ബിഗ് സ്ലൈസ് ഓഫ് ചീസ് കേക്ക്? ഐ നോ ഹി ലൈക്സ് ദാറ്റ് പെർഫെക്റ്റ്, ഷീ സെഡ്. എന്നിട്ട് പിന്നീടും ഓരോ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കുകയാണ്. ചീസ് കേക്കിൻ്റെ ഒരു ബിഗ് സ്ലൈസ് വേണോ? എനിക്കറിയാം പാട്രിക്കിന് അത് ഇഷ്ടമാണെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് പെർഫെക്റ്റ്, ഷീ സെറ്റ് അവൾ പറയുന്നുണ്ട് അതേ വേണം. ഹി ലവ്സ് ഇറ്റ്, അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്, പാട്രിക്കിന് ഇഷ്ടമാണ് അത് എന്നൊക്കെ പറയുന്നുണ്ട്. And when it was said, she put on her brightest smile and said, thank you, Sam. അങ്ങനെ അത് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ വളരെ ബ്രൈറ്റസ്റ്റ് ആയിട്ട് തന്നെ സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാമിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഗുഡ് നൈറ്റ് മിസ്സിസ് മലോണി ആൻഡ് താങ്ക് യു. ആൻഡ് നൗ ഷീ ടോൾഡ് ഹെർസെൽഫ് ആസ് ഷീ hurried back all she was doing now. She was returning home to her husband and he was waiting for his supper, and she must cook it good and make it as tasty as possible because the poor man was tired. And if when she entered the house she happened to find anything unusual or tragic or terrible, then naturally it would be a shock and she would become frantic with grief and horror. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി സാധാരണ പോലെ എന്താണ് ഇയാളെടുത്ത് പെരുമാറുകയാണ്, ഗുഡ് നൈറ്റൊക്കെ പറയുകയാണ്. എന്നിട്ട് വളരെ ഹറീഡായിട്ട് വളരെ വേഗത്തിൽ വീട്ടിൽ പോകാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് പോലെ എന്താണ് പോവുകയാണ്. കാരണം എന്താണ് വീട്ടിലെത്തിയിട്ട് തൻ്റെ ഹസ്ബൻഡ് വളരെ ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പർ ഉണ്ടാക്കണം. സപ്പർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് എന്നെ കൊണ്ട് ടേസ്റ്റായിട്ട് അത്രയും ടേസ്റ്റി ആയിട്ട് തന്നെ പോസിബിളായ അത്ര ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം.
കാരണം ആ മനുഷ്യൻ വളരെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ എന്താണ് ആ വീട്ടിലേക്ക് പോകുന്ന പോലെയൊക്കെ എന്താണ് അവൾ അഭിനയിക്കുകയാണ്. എന്നിട്ട് ട്രാജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിക്കാത്തതുപോലെ അങ്ങനെ നാച്ചുറലി ആയിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് അവൾ ചെയ്യുകയാണ്.